ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം കമന്റ് ഇടാൻ കേട്ടോ. അല്ലാണ്ട് വെറുതെ പകുതി വരെ കണ്ടിട്ട് ആണുങ്ങൾ അങ്ങനെയാണ് പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് ആണുങ്ങളെ കുത്തിപ്പറഞ്ഞ് അല്ലെങ്കിൽ ഈ ആരാണ് എന്താണ് ഇതൊന്നുമല്ല. അതായത് ഒരു സംഭവം മുഴുവൻ കേൾക്കണം, എന്നാലേ എന്താന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതായത് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, നമ്മൾ ആദില നൂറൊക്കെ ഉണ്ടല്ലോ, ആദില നൂറുണ്ട്. അതുപോലെ അതായത് ഞാൻ അവരെ കുറ്റം പറയല്ല കേട്ടോ, ലെസ്ബിയൻസും പിന്നെ അതുപോലെ ഗേയും ഇവരൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്തൊരു ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിലും ആദില നൂർ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ സ്വത്വം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിലായത്. ഇത് എന്റെ മാത്രം ഒപ്പീനിയനാണ്. ഇനി ഇതെടുത്തിട്ട് പൊങ്കാലിടണ്ട. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള അവര് സ്വത്തും മനസ്സിലാക്കിയിട്ടല്ല എന്താണ് ഈ ലെസ്ബിയൻസും ഗേയും ഒന്നും ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അതിന്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചാല് അതിൽ കുറെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവര് ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻസ് ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ആ സത്യം? സത്യം തന്നെ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. സത്യം നമ്പർ 1 എന്താന്ന് വെച്ചാല്, ഒരു ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുമ്പോഴേ, അതായത് എല്ലാ ആണുങ്ങളും ഒരുപോലല്ല, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലല്ല. അതൊക്കെ ഓക്കെ എല്ലാം എനിക്ക് അറിയാം. എങ്കിലും പറയാണ്, ഒരു 65% പെണ്ണുങ്ങളും. അപ്പോഴേ സത്യം നമ്പർ 1 എന്താണെന്നറിയോ, ഒരു ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുമ്പോഴേ ഒരു 65% പെണ്ണുങ്ങളും പുലർച്ചെ നീക്കണം, അവനക്ക് ഫുഡ് ഉണ്ടാക്കണം, കുട്ടികളെ സ്കൂളിൽ വിടണം, പിന്നെ ഹസ്ബൻഡിനെ നന്നായിട്ട് നോക്കണം, അവര് വീട്ടുകാര് നല്ലപോലെ നോക്കണം. അങ്ങനെ ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പെരും പണിയാണ്, നല്ല പണിയുണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അത് കഴിഞ്ഞ് അതായത് ഒരു സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ നീക്കണം, ഏറ്റവും ലേറ്റ് ആയിട്ട് കിടക്കണം. ഇതാണ് ഒരു പെണ്ണിന്റെ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ. അധികം പെണ്ണുങ്ങളുടെ അല്ല, എല്ലാരും അല്ല, എന്നാലും. പിന്നെ അതേപോലെ ഒരു പ്രസവമൊക്കെ കഴിയണമെങ്കിൽ നല്ല പെയിൻ എടുക്കണം, പിന്നെ അവര് ബോഡി കണ്ടീഷനൊക്കെ പോവും, പിന്നെ അവരുടെ ഭംഗി നഷ്ടപ്പെടും. അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ അപ്പൊ ഇവര് ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഇവരൊക്കെ വീട്ടിൽ ഇത് കണ്ടു വളർന്നതല്ലേ, അപ്പൊ ഇവര് വീട്ടിൽ ശ്രദ്ധിച്ചെന്താ ഉണ്ടാവും, ഒരു ആണൊരുത്തനെയാണ് കെട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവണം. പക്ഷെ അതിന്റെ ഗുണഫലങ്ങളൊന്നും ഇവർ നോക്കാൻ ചാൻസ് കുറവാണ്. ഇതിപ്പോ പെണ്ണും ആയാലും തന്നെ നമ്മള് നീക്കേണ്ടത് രണ്ടാൾക്കും ഒരേപോലത്തെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരേപോലത്തെ റെസ്പെക്റ്റുമാണ്. അപ്പോ എപ്പോ നീക്കണം എന്നുള്ള അവര് ഡിസൈഡ് ചെയ്യാം. സെക്കൻഡ്, ഇപ്പൊ കിച്ചണിലാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടുജോലിക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് ഈക്വൽ ഇത് വെക്കാറുണ്ടാവില്ല. അപ്പൊ അവര് ഈക്വൽ ആയിട്ട് അതിനെ വർക്ക് ചെയ്യും. പിന്നെ റെസ്പോൺസിബിൾ ഒരാളോട് ഞാൻ പോകട്ടെ, നമ്മളെ ഭർത്താക്കന്മാരുടെ അങ്ങനെയല്ല, പോട്ടെ എല്ലാം അങ്ങോട്ട് നിൽക്കാൻ പോട്ടെ, ഉമ്മാന്റെ വീട്ടിൽ പോട്ടെ, അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഇവരെ ഒരു സമ്മതം കിട്ടണല്ലോ, ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരാളെ സമ്മതത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല. ഫ്രീഡം ഏറ്റവും ബെസ്റ്റ് പറയാലോ, ആ ഒരു ഫ്രീഡാണല്ലോ. ഒന്നാമത് അവര് ആഗ്രഹിക്കുന്നത് ഫ്രീഡാണ്. അപ്പോ അങ്ങനെയുള്ള കുറെ നൂലാമലകൾ ഒഴിവായി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ലെസ്ബിയനാണ്. അതാണ് അവര് ചിന്തിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. ശരീരം മോശാവില്ല, ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്താൽ മതി, പ്രസവിക്കണം എന്നില്ലല്ലോ. ഇപ്പൊ അതിൽ വലിയ താല്പര്യമില്ല, ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ചിലർക്കുള്ള ചിലപ്പോ കുട്ടികളെ പ്രസവിച്ചവരെന്നെ ഇട്ട് പോവുകയാണ്. അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞു. പ്രസവിച്ചിട്ട് പോകുന്നതിനേക്കാളും നല്ലത് പ്രസവിക്കാണ്ടിരിക്കുകയാണ്. അപ്പോ അതിനൊരു ഇതില്ല. പിന്നെ അതുപോലെ ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇവിടെ രണ്ടുപേർക്കും ഒരേ വേവ് ലെങ്ത് ആവുമല്ലോ. അതായത് ഒരു ആണും പെണ്ണും ആയാലും ഒരു പെണ്ണ് എങ്ങനെ കോസ്റ്റ്യൂം ഏത് വേണം എങ്ങനെ വേണം എന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവും. ഇതതില്ല, ഇവര് രണ്ടാൾക്കും ഇഷ്ടമുള്ളത് ചെയ്യാം. അവിടെ അങ്ങനത്തെ ഒരു വിഷയം വരണില്ല. അപ്പോ അതായത് ആകുമത്തെ ടോട്ടലി നമുക്കൊരു ഇഷ്ടമുള്ള ലൈഫാണ്. പക്ഷെ ഇവര് മനസ്സിലാക്കാത്ത വേറൊരു വശം ഏതാണെന്നറിയോ, ഒരു ഹസ്ബൻഡ് എന്ന് വെച്ചാൽ അതിൽ കിട്ടുന്ന, അതായത് നോർമൽ മാരീഡ് ആയിട്ടുള്ള എല്ലാ ഗേൾസിനും അറിയാൻ പറ്റും,
അതിൽ കിട്ടുന്ന ഒരു സന്തോഷം, സമാധാനം, സുഖം, കഷ്ടപ്പാട്, ദുഃഖം ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പറയല്ല, നമ്മളൊരു ബാക്ക് ബോൺ ആണ് അവര്. അവരില്ലാണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ, അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവരൊന്ന് നന്നായി എന്ന് പറയും, അത് ഉള്ളിന്ന് വരണട്ടാ. പിന്നെ അതുപോലെ നമ്മൾ ഏത് നട്ടപ്പാതിരാക്കും അവരുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോവാന് ഒരു ടെൻഷനും ഇല്ല, ഒരു പേടിയില്ല. പക്ഷെ അപ്പൊ പറയും, ഇപ്പൊ ഇത് കേൾക്കണവര് മുഴുവൻ പറയും, ഈ 2025 നിൽക്കുമ്പോഴും ഈ പണ്ടത്തെ കാലത്താണോ ജീവിക്കണത്? ഇപ്പൊ പെൺകുട്ടികൾ പുറത്തിറങ്ങണില്ലേ? പെൺകുട്ടികൾ നട്ടപ്പാതിരാക്ക് പോണില്ലേ? എവിടെ? ഇതൊക്കെ പറയാൻ മാത്രം കൊള്ളാം, അല്ലാണ്ട് ആരും പ്രാക്ടിക്കലി ചെയ്യുന്നില്ല. ചെയ്യുന്ന ഒരു 100 പേരിലൊരു ഏകദേശം ഒരു 10 പേരെങ്കിലും സെൽഫായിട്ട് ട്രാവൽ ചെയ്യണ്ടാവാം, വ്ളോഗ് ചെയ്യണ്ടാവാം. ഒക്കെ അവര് നേരിടുന്ന കുറെ പ്രശ്നങ്ങളും ഉണ്ടാവാം. അതിപ്പോ എല്ലാം ഇപ്പൊ നമ്മോട് പറഞ്ഞു തരില്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ സെക്കൻഡ് എന്നാ വെച്ചാല്, ഇന്ന് ഇവരൊന്ന് കാണിക്കട്ടെ, ഒരു രാത്രി സെക്കൻഡ് ഷോക്ക് ഒറ്റയ്ക്ക് പോവട്ടെ. വേണ്ട ഒറ്റയ്ക്ക് പോട്ടെ, ഇവർ 2 പേരും കൂടി പോട്ടെ. പക്ഷെ അതിലെന്ത് സംഭവിച്ചാലും നമ്മൾ ഉത്തരവാദിയായിരിക്കില്ല, അത് വേറെ ആരും പോവില്ല, എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഭർത്താവിന്റെ കൂടെ സെക്കൻഡ് ഷോക്ക് പോവാം, നോ പ്രോബ്ലം. എങ്ങോട്ട് ഇറങ്ങി നടക്കുക, സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക, എന്ന് കഴിക്കുക. അവര് നമുക്കൊരു ഭയങ്കര ഒരു പ്രൊട്ടക്ഷനാണ്. അത് എന്ന് കരുതി അവര് സെക്യൂരിറ്റി അല്ല, അവരൊരു പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള കാരണവന്മാർക്ക് അത്ര പെട്ടെന്നൊന്നും തെറ്റൂല. പിന്നെ മാത്രല്ല, ഈ ലെസ്ബിയൻ ആവണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഗേ ആവണമെങ്കിൽ പോലും ഇവർക്കൊരു തലമുറ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയോള് വേണ്ടേ? അതിന് ഇവരുണ്ടാകുന്ന കല്യാണം കഴിച്ചാലേ നടക്കുകയുള്ളൂ, അത് വേറെ. പിന്നെ ഉള്ളോട്ടൊന്നും നമ്മളിറങ്ങി ചെയ്യണില്ല, അതിന്റെ ആവശ്യം വരണമില്ല. നിങ്ങളപ്പോ ഉദ്ദേശിക്കുന്നത് വേറെ പല അന്താരാഷ്ട്ര തലത്തിൽ എത്തിയിട്ടുണ്ടാവും. ഞാൻ ആ അന്താരാഷ്ട്ര തലത്തേക്ക് എത്തി നോക്കാൻ പോലും ആവശ്യപ്പെടുന്നില്ല. പിന്നീടുള്ള അവര് സുഖ സൗകര്യങ്ങളൊക്കെ അവര് നമ്മളെ വിഷയമല്ല. ഇനി അടുത്തത്, അപ്പൊ നിങ്ങളായിരിക്കും ഗേ എങ്ങനെയാണ്? എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിലേ, ഗേ ആയിട്ടുള്ള കപ്പിൾസ് അങ്ങനെ വന്നിട്ടുള്ള കാരണം എന്താ വെച്ചാല്, ഈ നമ്മള് പെണ്ണുങ്ങളുണ്ടല്ലോ, നമ്മള് പെണ്ണുങ്ങൾക്ക് ഒരുമാതിരി ചൊറ ക്യാരക്ടർ ഉണ്ട്. എല്ലാ പെണ്ണുങ്ങളും എല്ലാട്ടാണ് അത് വീണ്ടും പറഞ്ഞെന്താ വെച്ചാല് എല്ലാം കൂടി അടിച്ചു കയറി ഇങ്ങ് വരും. അതുകൊണ്ടാണ് നമുക്കൊരു ചൊറിഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ മറ്റുള്ള, നമുക്കൊരു വാശി. അതായത് പെണ്ണുങ്ങള് മറ്റേ ഇതില് ഉയരെ പടത്തിൽ പറഞ്ഞ പോലെ ആണെന്ന് വെച്ചാ മറ്റേ ബ്ലാ 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 ബ്ലാ. അതായത് നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മള് ചുറ്റി വളഞ്ഞിട്ട് അപ്പോ ആണുങ്ങൾ പോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും കാര്യം പറയില്ല. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ജനനം മുതല് ആ നിമിഷം വരെ ഉള്ളത് നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. എപ്പോഴും പറയും എക്സ്പയർ കഴിഞ്ഞ് എടുത്തു കൊടുക്കുന്നത്. അത് നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാരും ഉള്ളിലും ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു ചൊറ. അപ്പൊ അതൊക്കെ കണ്ടിട്ടാവാം അവരിങ്ങനെ ഒരു ചൊറനെ പിടിച്ച് തലയിൽ കയറ്റി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം അവര് ഗേ കപ്പിൾസ് ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അതാവുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഈക്വലാണ്, എല്ലാം ഈക്വലാണ്. പിന്നെ സന്തോഷം, ഒരാളോട് ഒരു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഇല്ലാന്നല്ല. അതായത് ഞാൻ പോട്ടെ എന്ന് വെച്ചാൽ നോ എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും രണ്ടാൾക്കില്ല. പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും 2 പേർക്കും ഈക്വൽ ആയിട്ട് കിട്ടും. ഒരു പ്രത്യേക പരിഗണന. ഇപ്പോ നമ്മളെ ആണുങ്ങൾ ഇപ്പൊ എല്ലാവർക്കും പിന്നെ പെണ്ണുങ്ങൾ പൊങ്കാലിടുന്നതല്ല, നമ്മളെ ആണുങ്ങൾ പലരും ചെയ്യുന്നൊരു പാവം കഷ്ടപ്പാടും കിട്ടും. അവരെന്ത് ചെയ്യണ്, അവര് പട്ടിണി കിടന്നിട്ടാണെങ്കിലും എല്ലാരും ഒന്നല്ല, പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പോലും ഞമ്മക്ക് ഡ്രസ്സ് എടുത്ത് തരും, ഞമ്മക്ക് ഫുഡ് കഴിക്കാൻ, നമ്മളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിലുള്ള കുറെ സഹോദരന്മാരുണ്ട്. അവരൊക്കെ അവിടെ അത്ര സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചിട്ട് അവരാ ക്യാഷ് നമ്മളെ കുടുംബത്തിന് വേണ്ടി അയച്ചു തരുന്നു. അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ, ഇവർക്ക് സുഖല്ലേ? അപ്പോ അങ്ങനെയൊക്കെ ചെയ്യാ ഇത് കാണുമ്പോഴേ ഇതൊക്കെ ഒരു വലിയൊരു പ്രഷർ, വലിയൊരു ഭാരം. അങ്ങനെ കാണുമ്പോ വേണ്ട നിക്ക. ഇതാവുമ്പോ പാർട്ട്ണർക്ക് പാർട്ട്ണറായി. പിന്നെ ഉള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ആവാലോ. പിന്നെ
ഒരു നൈമും ഉണ്ട് അതിന്. ഗേ കപ്പിൾസ് പെണ്ണെട്ടിയില്ലേ എന്നുള്ള ചോദ്യം വേണ്ട, കല്യാണം കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യത്തിലും വേണ്ട. അപ്പൊ ആ ഒരു ഇതാണ്ട് ഫില്ലായി. അതൊക്കെ ആയിരിക്കാം എന്റെ ഒരു ഒപ്പീനിയൻ പറയണ, അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലാതെ ഇപ്പൊ ഇതില് കണ്ടിട്ട് എനിക്കൊന്നും ഇപ്പോ ബിഗ് ബോസിലെ ആദില നൂറിന്റെ എങ്ങനെ വന്നാലും ഒരു ലെസ്ബിയൻസ് ആണെങ്കിൽ പോലും എന്താ പറയാ, ഈ അതിലൊരു ആണത്തും കാണിക്കുന്നില്ല അവിടെ. അതായത് നൂറൊന്നും ഒതുങ്ങിയ ഒരു പെണ്ണിനെ പോലെയും ആദില ഒന്ന് നീ എൻജോയ് ചെയ്തോ അവരത് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എക്സാക്ട്ലി കറക്റ്റ് കാണിക്കേണ്ട കാര്യം. പിന്നെ അവരുടെ ഉള്ളിലുള്ള സ്വത്തൊന്നല്ല, അത് സത്യമാണ്. സത്യം മനസ്സിലാക്കിയിട്ടാണ് അവരിതൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ അവര് സത്യം പോലെ മനസ്സിലാക്കാത്തോണ്ടാണ് അതിന് സ്വത്വം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഇത് കേട്ടിട്ട് നിങ്ങളൊക്കെ കമാൻഡ് അടിയിൽ പ്രതീക്ഷിക്കുന്നത്. എല്ലാരും കൂടി ഇന്നെ കൊല വിളിക്കരുത്, എയറിൽ കയറ്റം ചെയ്യരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, സബ് ചെയ്യാ. അപ്പൊ ഓക്കെ, അടുത്ത എന്തേലും ഒരു സബ്ജക്റ്റ് ഇട്ട് എപ്പോഴെങ്കിലും ഓക്കെ ബൈ, ടാറ്റാ, സീ യു, ബൈ.